ഈ കഥയുടെ പേര് സൗന്ദര്യലഹരിയിലെ കഥാംശം എന്നാണ്. ഈ സൗന്ദര്യലഹരി എന്താണെന്ന് മിക്കവാറും പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ശരിക്കും പറഞ്ഞാൽ. സൗന്ദര്യലഹരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശിവനും പാർവതിയും രണ്ട് കഥാപാത്രങ്ങളാണ്. അപ്പോഴും ശിവനും പാർവതിയും ശരിക്കും സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രമാണ്. അല്ലാതെ നമ്മൾ നയിക്കുന്ന തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലുള്ള കഥാപാത്രങ്ങളല്ല. ഇതിനെ ശങ്കരാചാര്യനെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ വേദാന്ത പഠനം അതികഠിനമാണ്. ചിലപ്പോൾ ഈ സന്യാസിമാർക്ക് പോലും വേദാന്തം പഠിക്കാൻ തുടങ്ങിയ ഭ്രാന്ത് പിടിക്കുന്നു, ചിത്തഭ്രമം പിടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിവേക ചൂടാമണി എന്ന് പറയുന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു മാധ്യമം പരമശിവനെയും പാർവതിയും കൊണ്ടുവന്നിട്ട് അവരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ഒരു സൗന്ദര്യത്തിൻ്റെ ദർശനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു രസം ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അതിനെ ഈ അദ്വൈതത്തെ ദർശനത്തെ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അദ്വൈത ദർശനം പഠിക്കാനുള്ള ഉപാധിയാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിവൻ പാർവതിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ് കഥാംശം. ഇത്രയേ ഉള്ളൂ. പാർവതിയുടെ കഥാംശം ആസ്വദിക്കുകയെന്ന് വെച്ചാൽ, സൗന്ദര്യം ആസ്വദിക്കുകയെന്ന് വെച്ചാൽ അടി മുതൽ മുടി വരെ, അതല്ലെങ്കിൽ കിരീടത്തിൻ്റെ അഗ്രം മുതൽ, തലമുടിയിലിരിക്കുന്ന കിരീടത്തിൻ്റെ അഗ്രം മുതൽ കാൽപാദങ്ങളിലെ നഖത്തിൻ്റെ അറ്റം വരെ സൗന്ദര്യം കാണും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ തലമുടി, നെറ്റിത്തടം, മൂക്ക്, കണ്ണ്, ചുണ്ടുകൾ, പിന്നെ കഴുത്ത്, പിന്നെ അവളുടെ മാറിടം, വയറ്, പൊക്കിൾക്കുടി, അങ്ങനെ താഴോട്ട് വന്ന് തുടകൾ, കാൽപാദം, ഇതെല്ലാം ഇതിനകത്ത് വരികയാണ്. ശങ്കരാചാര്യരുടെ ഈ സൗന്ദര്യലഹരിയിൽ അവിടെ എല്ലാം സൗന്ദര്യം ശങ്കരാചാര്യ കാണുകയാണ്. അതല്ലെങ്കിൽ ശിവനെ കൊണ്ട് ഈ സൗന്ദര്യം ആസ്വദിക്കുകയും അങ്ങനെ ഓരോ രംഗത്തിലും ഓരോ ഘട്ടത്തിലും ഓരോ സൗന്ദര്യാസ്വാദനത്തിലും അവിടെ രണ്ട് ഘടകങ്ങൾ വരുന്നു. ഒരു തീസിസും ആൻറ്റിതീസിസും വരുന്നു. ഒരു നല്ല വശം ഒരു നല്ലതല്ലാത്ത വശം നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ മാർക്സ് കാഴ്ചപ്പാടിൽ തീസിസ് ആൻഡ് സിന്തസിസ് അങ്ങനെ വരുമ്പോൾ തീസിസ് ആൻറ്റിതീസിസ് സിന്തസിസ് ആകുന്ന പോലെ ഇവിടെ രണ്ട് ദർശനങ്ങൾ കൂട്ടിമുട്ടി ഒരു പുതിയ ദർശനം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ വേദാന്തത്തിലോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് വർണ്ണങ്ങളുടെ ഭാഷ എന്ന് പറയും. ശങ്കരാചാര്യ സ്വീകരിച്ചിരിക്കുന്ന വർണ്ണങ്ങളുടെ ഭാഷ. അതായത് വർണ്ണം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സ്വീകാര്യമായ, മനുഷ്യൻ്റെ മനസ്സിന് സ്വീകാര്യമായിട്ടുള്ള രസങ്ങൾ നിറഞ്ഞ ദർശനങ്ങളാണ്, കാഴ്ചപ്പാടുകളിലെ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഷയിലൂടെ ഈ വേദാന്തം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഉപാധികളെ അവർ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോഴേ 1 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ആന്തരിക സൗന്ദര്യം, ഈ പാർവതിയുടെ ആന്തരിക സൗന്ദര്യം ആസ്വദിക്കുന്നെങ്കിൽ 42 മുതൽ 100 വരെ ബാഹ്യ സൗന്ദര്യമാണ് ആസ്വദിക്കുന്നത്. അങ്ങനെ രണ്ട് സൗന്ദര്യങ്ങളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു അവതരണമാണ് ശങ്കരാചാര്യരുടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സമ്മിശ്ര ദർശനത്തിലൂടെ പഠിതാക്കൾക്ക് വളരെ എളുപ്പത്തിൽ വേദാന്തം പഠിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാം, ഇതിൻ്റെ അകത്തൊരു രസകരമായ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ശങ്കരാചാര്യർ പരകായ പ്രവേശം ചെയ്തു. പരകായ പ്രവേശം എന്ന് വെച്ചാൽ ഇയാൾ കാശി ജ്ഞാനപീഠം കയറാൻ ചെല്ലുമ്പോൾ അവിടെ മണ്ഡല മിശ്രൻ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതനുണ്ട്. അയാളെ തോൽപ്പിക്കുന്നു, ശങ്കരാചാര്യ തോൽപ്പിക്കുന്നു. അയാളെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ പാർവതി ദേവി വന്നിട്ട് പറയും, എന്നെയും കൂടെ തോൽപ്പിച്ചാലേ നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളും കൂടി ഇരുന്നോ. അങ്ങനെ തർക്കശാസ്ത്രമാണ്. തർക്കം വന്നു. തർക്കത്തിൽ ഈ ഭാരതീ ദേവി ചോദിക്കുന്നത്, നിങ്ങൾക്ക് കാമസൂത്രത്തെക്കുറിച്ച് എന്തറിയാം? അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു സന്യാസിയായ കാമസൂത്രത്തെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ സർവജ്ഞൻ ചെയ്തെല്ലാം അറിഞ്ഞിരുന്നാലും ഒരാൾ സർവജ്ഞനാകുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജ്ഞാനപീഠം കയറാൻ അർഹതയില്ല. അപ്പോൾ അയാൾ പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തർക്കം അടുത്തൊരു ദിവസത്തേക്ക് മാറ്റാം, ഒരു ഗ്യാപ്പ് തന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ അതിനുള്ള മറുപടി തരാമെന്ന്. അങ്ങനെ വാദിദേവി സമ്മതിക്കും ഇയാളുടെ ആവശ്യം. അങ്ങനെ അയാൾ പുറത്തോട്ട് വരുമ്പോഴാണ് ഒരു വിവരം അറിയുന്നത്, ഒരു അമരകൻ എന്ന് പറയുന്ന രാജാവ് മരിച്ചു. ഉടനെ അയാൾ ശങ്കരാചാര്യർ ഈ അമരകൻ്റെ മരണപ്പെട്ട ശരീരത്തിലോട്ട് ആവാഹനം ചെയ്യുക, അല്ലെങ്കിൽ അതിലോട്ട് പരകായ പ്രവേശം ചെയ്ത് ഇയാൾ ബോഡി ഉപേക്ഷിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ് സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ട് ഇയാൾ പരകായ പ്രവേശം ചെയ്ത് ആ രാജാവിൻ്റെ റാണിമാരുടെ കൂടെ രമിച്ചുകൊണ്ട് കാമസൂത്രത്തെക്കുറിച്ചുള്ള മുഴുവൻ കലകളും അയാൾ അഭ്യസിക്കുകയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഈ ഭാരതീദേവിയെ തോൽപ്പിച്ച് ഇയാൾ ജ്ഞാനപീഠം കയറുന്നുണ്ട്. അതൊക്കെ ശരിയല്ല. പക്ഷേ നമ്മൾ ഈ പരകായ പ്രവേശത്തിലൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു പാർവതിയുടെ അടി മുതൽ മുടി വരെ, അതല്ലെങ്കിൽ കിരീടാഗ്രം മുതൽ പാൽപാദത്തിലെ വിരലിൻ്റെ അറ്റം വരെയുള്ള അല്ല, അത് കൂടാതെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കാമസൂത്രം വഴിയ വാത്സ്യായനിൽ പോലും കണ്ടെത്താൻ പറ്റാത്ത സൗന്ദര്യ ദർശനം ശങ്കരാചാര്യർ കാണുകയാണ്. അതെവിടെയാണെന്ന് വെച്ചാൽ വർഷോദേശത്തുള്ള സൗന്ദര്യം കൂടി, അത് വേറെ ആരും പറയാത്ത ഒരു സംഗതിയാണ് വർഷോദേശത്ത് ഉള്ള സൗന്ദര്യം. വർഷോദേശം എന്ന് വെച്ചാൽ മാറിടത്തിൻ്റെ ഇടഭാഗമാണ്, ഉൾവശമാണ്. അവിടെ കൂടി ശങ്കരാചാര്യരുടെ സൗന്ദര്യം കാണുന്നതായിട്ട് ഇത് സൗന്ദര്യലേഖകർ എഴുതിയിട്ടുണ്ട്.